നീ തുണിയലക്ക നല്ല സിനിമ കാണുക. പണ്ടത്തെ പോലെ തമാശ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല ഇപ്പൊ. അത്ര സ്റ്റാൻഡേർഡൊക്കെ മതി. എന്തിപ്പാ ഈ നോമ്പ് പിടിച്ച പിന്നെ കറി ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. ഈ പച്ചക്കറി കൂട്ടി കൂട്ടി മടുത്തു. എന്താ ചെയ്യണേ? ഇപ്പൊ നോമ്പ് തീരാറായില്ല. എപ്പോഴാണോ ഇന്നെല്ലാം ഉച്ചക്ക് കറി? ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ചൊരു കറി ഉണ്ടാക്കി. വെണ്ടയ്ക്ക അത് കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നില്ല. ഒരു വഴുവഴുപ്പും. ഇതങ്ങനെയൊന്നും അല്ല. വെണ്ടയ്ക്കയും കൊണ്ട് നല്ല അടിപൊളി മസാലക്കറി ഉണ്ടാക്കി തരാം. കൂട്ടാൻ പറ്റുമോ? കൂട്ടി നോക്ക്, ഞാൻ ഉണ്ടാക്കി തരാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. എത്ര ശതമാനം? 100%. 110. നമുക്കിന്ന് ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി വെണ്ടയ്ക്ക മസാലക്കറി ഉണ്ടാക്കാം. ബാ. ഇതുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്തേക്ക് വെക്കുന്നു. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ, ഇത് ഏകദേശം ഒരു 8-10 വെണ്ടയ്ക്ക ഉണ്ട്. ഈ കഷ്ണങ്ങൾ ഈ വെളിച്ചെണ്ണയിലേക്കിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് വാടേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വാടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. ഇപ്പൊ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഇതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും അതിൻ്റെ കൂടെ കുറച്ച് ജീരകവും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 2-3 ചെറിയ ഉള്ളിയും പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഇത് അടച്ചു വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് പേസ്റ്റായിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമ്മൾ ആദ്യത്തെ ആ ചട്ടിയിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നു. അതിലേക്ക് 2-3 പച്ചമുളക് വട്ടമൊന്ന് കീറി നടുവ് ഒന്ന് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വാളംപുളി പിഴിഞ്ഞ വെള്ളമാണ്. ഒരുപാട് ചേർക്കണ്ട, എങ്കിലും ഒരു ചെറിയ പുളിയുടെ ഒരു ഇത് കിട്ടണം. ഇപ്പൊ നമ്മൾ ഈ വാളംപുളിയുടെ വെള്ളം അതിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം മിക്സിയിൽ അരച്ചു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഒരു അല്പം കൂടി ചാറ് വേണം. അതിന് വേണ്ടിയിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ വെള്ളം ഒന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഇതിന് പാകത്തിന് ചാറൊക്കെ ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത്, നമ്മൾ ആദ്യം ഇതിന് ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇനി നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് ഒന്ന് തിളപ്പിക്കുവാനായിട്ട് വെക്കണം. നന്നായിട്ട് തിളച്ചു വന്ന് ആ എണ്ണയെല്ലാം ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാൻ പറ്റൂ. ഇത് ഇപ്പോൾ ചെറുതായിട്ട് തിളച്ചു. ഇപ്പം അല്പം കൂടി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് നമ്മുടെ വെണ്ടയ്ക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വെണ്ടയ്ക്കയെല്ലാം ഒന്ന് വെന്ത് കിട്ടുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുവാനായിട്ട് വെക്കാം. ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു കുറച്ച് നേരം മതി വെണ്ടയ്ക്ക വേവുവാനായിട്ട്. ഇപ്പോൾ അത്യാവശ്യം വെണ്ടയ്ക്കൊക്കെ വെന്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കുവാനായിട്ട് നമുക്ക് ഒരു വറവലുണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് നുറുക്കിയ കഷ്ണങ്ങളാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും. ഇപ്പം നമ്മുടെ കറിക്ക് ഒരു മഞ്ഞ നിറമാണുള്ളത്, അത് ചെറുതായിട്ടൊരു ഓറഞ്ച് നിറത്തിലേക്ക് മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി, ഇങ്ങനെ ഇളക്കണ്ട, ഇങ്ങനെ ഇളക്കുമ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് പോരും. നന്നായിട്ടൊന്ന് ഇളക്കി ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി എടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി രുചിയാണ്. ഏത് വെണ്ടയ്ക്ക് ഇഷ്ടമല്ലാത്തവരും കഴിച്ചു പോകും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. സംഭവം അടിപൊളിയാട്ടോ.